ഏവർക്കും സ്നേഹവന്ദനം. വളരെ ചാരിതാർത്ഥ്യത്തോടുകൂടിയാണ് ഈ വിഷയം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ ജനാബ് എം അക്ബർ സാഹിബും അദ്ദേഹത്തിന്റെ അനുചരന്മാരും വീണ്ടും ബൈബിൾ സംബന്ധിയായ കാര്യങ്ങൾ വിവിധ തുറകളിൽ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അത് വാസ്തവത്തിൽ ബൈബിളിനെ സംബന്ധിച്ച് പൊതുജനങ്ങൾക്ക് കൃത്യമായ ഒരു അറിവ് നൽകി തരുവാൻ തക്കവണ്ണം ഞങ്ങളെ പ്രേരിപ്പിക്കുന്ന ചില വസ്തുതകൾ തന്നെയാണ്. നമുക്ക് അദ്ദേഹം പറഞ്ഞ കാര്യം ഒന്ന് കേൾക്കാം. ഖുർആൻ സത്യപ്പെടുത്തുന്ന വേദഗ്രന്ഥങ്ങൾ ബൈബിളിലുള്ള പഴയതും പുതിയതുമായ നിയമഗ്രന്ഥങ്ങൾ തന്നെയാണെന്ന് സ്ഥാപിക്കുകയും ആദിപാപവും ക്രൂശീകരണവും ത്രിയേകത്വവും യേശുവിൻ്റെ ദൈവപുത്രത്വവും അടക്കമുള്ള ക്രൈസ്തവ വിശ്വാസങ്ങൾ ഒരു രൂപത്തിലല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ ഖുർആനും നബിവചനങ്ങളും അംഗീകരിച്ചിട്ടുണ്ടെന്ന് സമർത്ഥിക്കുകയും ചെയ്തുകൊണ്ടുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ അനുചരന്മാർക്കും മാത്രമല്ല എല്ലാ അക്രൈസ്തവരായിട്ടുള്ള സഹോദരങ്ങൾക്കും ബൈബിൾ എന്താണെന്ന് അറിയാനുള്ള ഒരു അവസരം കൂടെ നമ്മൾ ഇതിലൂടെ ഒരുക്കുകയാണ്. പ്രത്യേകിച്ച് എൻ്റെ മുസ്ലിം സഹോദരങ്ങൾ പലരും എന്നോട് പറയുകയുണ്ടായി, ഞങ്ങൾ കേട്ടിട്ടുള്ളതും ഞങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ ബൈബിളിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയിട്ടുള്ളതുമല്ല യഥാർത്ഥത്തിൽ ബൈബിള് എന്നുള്ളത് നിങ്ങൾ പറയുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ബൈബിൾ, നിങ്ങൾ പ്രസംഗിക്കുന്ന ബൈബിൾ, അതിൻ്റെ ഉത്ഭവം എന്താണ് വാസ്തവത്തിൽ ബൈബിൾ കാര്യങ്ങളെ സംബന്ധിച്ച് അച്ഛന് ചില ക്ലാസ്സുകൾ എടുത്തു തരാമോ എന്ന് ചോദിച്ചു. ഞാനത് വളരെ സന്തോഷത്തോടുകൂടെ നിങ്ങൾക്ക് വേണ്ടി ആ ക്ലാസ്സുകൾ എടുക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സ്നേഹിതർക്കും കൂടെ ഇത് നിങ്ങൾ പങ്കുവെക്കണമേ എന്ന് ഫോർവേഡ് ചെയ്യണമേ എന്ന് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. നമ്മൾ ബൈബിളിനെ സംബന്ധിച്ച് ചില വസ്തുതകൾ പറഞ്ഞുകൊള്ളട്ടെ. ലോകത്തിൽ അനേക മതങ്ങളുണ്ടെന്നുള്ളത് നമുക്കറിയാം. ഓരോ മതത്തിനും അവരുടേതായ മതസംഹിതകളുണ്ട്. ഇന്ത്യയിലെ ആര്യന്മാർക്ക് 4 വേദങ്ങൾ, 120ഓളം ഉപനിഷത്തുകൾ, 18 പുരാണങ്ങൾ, 18 ഉപപുരാണങ്ങൾ, സ്മൃതികൾ, ഭഗവത്ഗീത തുടങ്ങിയ മതഗ്രന്ഥങ്ങൾ ധാരാളമായിട്ട് ഉണ്ട്. അതേപോലെ തന്നെ പാർസികളുടെ മതഗ്രന്ഥമായ അവസ്ഥ, ബൗദ്ധന്മാർക്ക് പാലി കനോൻ എന്നറിയപ്പെടുന്ന ത്രിപീഠിക, ഇസ്ലാമിനെ സംബന്ധിച്ച് ഖുറാന്, ഹദീസുകൾ, സിഖ് മതക്കാർക്ക് ഗുരു ഗ്രന്ഥ സാഹിബ്. എന്നാൽ ലോകത്തിലെമ്പാടും തിരുവെഴുത്ത് എന്നറിയപ്പെടുന്ന ഒരേ ഒരു പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. അതാദ്യമേ നമ്മൾ മനസ്സിലാക്കണം. ലോകത്തിൽ തിരുവെഴുത്ത്, ഗോഡ് ഇൻസ്പയർഡ് വേർഡ് ഓഫ് ഗോഡ് എന്നാണ് ബൈബിളിനെ സംബന്ധിച്ച് പറയുന്നത്. പണ്ഡിതന്മാരും പാമരന്മാരും രാജാക്കന്മാരും പുരോഹിതന്മാരും പ്രവാചകന്മാരും ശാസ്ത്രിമാരും ആട്ടിടയന്മാരും മുക്കുവന്മാരും തുടങ്ങി ജീവിതത്തിൻ്റെ നാനാ തുറകളിൽ ഉൾപ്പെട്ടവരായ ആളുകൾ ഉദ്യാനം, മരുഭൂമി, കാരാഗ്രഹങ്ങൾ, ദ്വീപ് സമൂഹം, കൂടാരം, കൊട്ടാരം എന്നീ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് സുമാർ 1600 വർഷത്തെ കാലദൈർഘ്യത്തിനുള്ളിൽ എഴുതിയ ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ. എങ്കിലും ആദ്യോടന്തം പരിശോധിച്ചാൽ ഒരു എഴുത്തുകാരൻ ഒറ്റ ഇരിപ്പിലിരുന്ന് ഒരേ സമയത്ത് ഒരേ തൂലികയുടെ തുമ്പിനാൽ വാർത്തെടുത്ത് എന്ന് തോന്നുമാറ് ഈ പുസ്തകങ്ങൾ തമ്മിൽ ഇണക്കപ്പെട്ടിരിക്കുന്നു. ഇതൊരു ഗ്രന്ഥ ശേഖരം കൂടിയാണ്. ഒറ്റ പുസ്തകമല്ല. ബൈബിൾ എന്ന് നമ്മൾ വിളിക്കുമ്പോൾ അത് ഒറ്റ ഗ്രന്ഥമായിട്ട് നമുക്ക് തോന്നും. പക്ഷേ അതിനകത്ത് നിരവധി ഗ്രന്ഥങ്ങളുടെ ഒരു സമാഹാരമാണ്. ഈ പുസ്തകത്തിന്റെ പ്രതിപാദ്യ വിഷയങ്ങൾ വളരെ ഏറെയാണ്. അതെല്ലാം ക്രമേണ നമുക്ക് പഠിക്കാൻ ശ്രമിക്കാം. ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കാത്ത വിഷയങ്ങൾ വളരെ കുറവായിരിക്കും. ഈ പുസ്തകം ചെന്നെത്താത്ത രാജ്യങ്ങളില്ല. ഈ പുസ്തകം വിവർത്തനം ചെയ്യാത്ത ഭാഷകൾ വളരെ വിരളമായിരിക്കും എന്ന് മാത്രമല്ല, ഈ പുസ്തകം പരിഭാഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പല ഭാഷകൾക്കും ലിപികൾ ഉണ്ടായിരിക്കുന്നത്. പല ഭാഷകളും, ഉദാഹരണത്തിന് നമ്മുടെ മലയാള ഭാഷയുടെ ഇന്നത്തെ നമ്മൾ കാണുന്നതായിട്ടുള്ള ഈ ലിപിയില്ലേ, ഈ ലിപി ഇത് ഉണ്ടാക്കിയത് ബൈബിൾ പരിഭാഷയ്ക്ക് വേണ്ടിയിട്ടാണ്. തമിഴ്, അതേപോലെ തെലുങ്കു, അതേപോലെ ഹിന്ദി, ഉറുദു, അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ ഭാഷകൾക്കും ലിപികൾ രൂപപ്പെടുത്തി എടുത്തത് തന്നെ ബൈബിൾ പരിഭാഷപ്പെടുത്താനായിട്ടാണ്. കാരണം എല്ലാ ഭാഷക്കാരും എല്ലാ വിഭാഗത്തിൽ ഉൾപ്പെട്ടവരും വായിക്കുകയും സത്യം അറിയുകയും ചെയ്യണം എന്ന് വളരെ കൃത്യമായിട്ട് തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രഹിച്ചിട്ടുള്ള സത്യങ്ങളെയാണ് ഇതിൽ കൂടെ ലോകത്തിനെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് ഏതെങ്കിലും ഒരു ഭാഷയുടെ മാധുര്യത്തിൽ മാത്രം നിലനിൽക്കുന്ന ഒന്നല്ല വിശുദ്ധ ബൈബിൾ. നമുക്ക് എം അക്ബർ സാഹിബിന്റെ ഗ്രന്ഥമായിരിക്കുന്ന
ഖുറാനെ കുറിച്ച് പരിശോധിച്ചു കഴിഞ്ഞാൽ ഖുറാൻ അറബി ഭാഷയുടെ സാഹിത്യ മനോഹരത്വത്തെയാണ് അദ്ദേഹം പലപ്പോഴും പറയുന്നത്. ഖുറാൻ തന്നെ ഒരത്ഭുതമാണെന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിൻ്റെ വിശ്വാസം അതവിടെ ഇരിക്കട്ടെ. പക്ഷേ അത് മനോഹരമായിരിക്കുന്ന അതിനകത്ത് സാഹിത്യ രൂപത്തെ സംബന്ധിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ വിശുദ്ധ ബൈബിളിനെ സംബന്ധിച്ച് അത് എല്ലാ ഭാഷകളിലേക്കും വിവർത്തനം ചെയ്യപ്പെടുവാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിക്കുന്നു. കാരണം ദൈവം എല്ലാ ജാതിയിലും എല്ലാ ഭാഷയിലും എല്ലാ ഗോത്രത്തിലും എല്ലാ വിഭാഗത്തിലും ഉൾപ്പെട്ടവരെ സ്നേഹിക്കുന്നവനായതുകൊണ്ടും എല്ലാവരുടെയും ഭാഷ ദൈവത്തിന് അറിയാവുന്നത് കൊണ്ടുമാണ് ആ വിധത്തിൽ. ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ സ്നേഹിതനായ മുജാഹിദ്ദീൻ ബാലുശ്ശേരി ഒരിക്കൽ പ്രസംഗിച്ചത്, എന്തുകൊണ്ടാണ് കുത്തുബയൊക്കെ അറബിയിൽ നടത്തുന്നത്? അതിൻ്റെ കാരണം അള്ളാഹുവിന് അറബി മാത്രമേ അറിയുകയുള്ളൂ. എന്നാൽ ഞങ്ങൾ വിശ്വസിക്കുന്നവനായ വേദപുസ്തകം പഠിപ്പിക്കുന്നവനായ സത്യദൈവത്തിന് എല്ലാ ഭാഷക്കാരുമായിട്ടും സംസാരിക്കാനും സംവേദിക്കുവാനും സാധ്യമാണ്. അവരവരുടെ ഭാഷയിൽ ഇടപെടുന്നവൻ മാത്രമല്ല, എല്ലാ ഭാഷകളുടെയും ഉപജ്ഞാതാവും നമ്മുടെ സത്യദൈവമാകുന്നു എന്നുള്ളത് കൊണ്ടാണ് ബൈബിൾ എല്ലാ ഭാഷയിലേക്കും വിവർത്തനം ചെയ്യാൻ വേണ്ടി ദീർഘവർഷങ്ങളായിട്ട് തങ്ങളുടെ ജീവിതങ്ങളെ അതിനുവേണ്ടി ഒഴിഞ്ഞുവെച്ച അനേക ഫിലോളജിസ്റ്റ് ഭാഷാശാസ്ത്രജ്ഞന്മാർ ഇന്നും പരിഭാഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ബൈബിൾ. അപ്പോൾ ഈ പുസ്തകത്തെ കൈകളിൽ എടുക്കാത്ത ജനതകളും കുറവായിരിക്കും എന്നുള്ളത് മറന്നു പോരുത്. അപ്പം ഈ പുസ്തകത്തെ നശിപ്പിക്കുവാൻ വാളും തീയും സാമ്രാട്ടുകളും അവിശ്രാമം പരിശ്രമിച്ചിട്ടുണ്ടെങ്കിലും അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് 1000-10,000ങ്ങളെ അനുനിമിഷം ജീവിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അതുല്യമായ ശക്തി വിശേഷമാണ് വിശുദ്ധ ബൈബിൾ. വിശ്വസാഹിത്യ നവോമണ്ഡലങ്ങളിൽ അത്യുജ്ജല താരമായി ശോഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ അത്യുത്തമ ഗ്രന്ഥത്തിൽ അതുല്യ ഭാവത്തിൻ്റെ മുമ്പിൽ വിശ്വസാഹിത്യങ്ങൾ ഒന്നടങ്കം നിശ്ചലമായി ഭവിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. ഈ പുസ്തകത്തിന് 2 പ്രധാന ഭാഗങ്ങളാണുള്ളത്. യേശു കർത്താവിൻ്റെ ശിഷ്യഗണവും ജനിക്കുന്നതിന് 400 വർഷങ്ങൾക്ക് മുമ്പ് മശിഹായുടെ അഥവാ യേശു ക്രിസ്തുവിൻ്റെ ഇഹലോകത്തിലേക്കുള്ള മനുഷ്യ അവതാരത്തോടുകൂടിയുള്ള വരവിനെക്കുറിച്ച് പ്രവചനങ്ങളെ പേറിക്കൊണ്ടിരുന്ന യഹൂദന്മാർ തങ്ങളുടെ തത്വസംഹിതകളായി വിശ്വസിച്ചാശ്രയിച്ചിരുന്ന 39 കൃതികൾ ചേർന്ന പഴയ നിയമം. അതാണ് പഴയ നിയമം. ആ പഴയ നിയമത്തിനെ യഹൂദന്മാർ വിളിക്കുന്നത് പഴയ നിയമം എന്ന പേരിലല്ല, മറിച്ച് തോറ, നാബീം, കെത്തൂബ്യം എന്നീ ഗ്രന്ഥങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവരതിനെ വിളിക്കുന്നത് തനാഖ് എന്നാണ്. തോറ, നാബീം, കെത്തൂബ്യം. തോറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമ ആവർത്തനങ്ങൾ, നിയമപുസ്തകങ്ങൾ. കെത്തൂബ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിഖിതങ്ങൾ, എഴുത്തുകൾ. അതിനകത്ത് കാവ്യാത്മകമായിട്ടുള്ള സങ്കീർത്തനങ്ങളുണ്ട്, ഇയ്യോബിൻ്റെ പുസ്തകമുണ്ട്, ഉത്തമഗീതം, ഇങ്ങനെയുള്ള സദൃശ്യവാക്യങ്ങൾ, സഭാപ്രസംഗി ഇത്യാദി പുസ്തകങ്ങളെയാണ് കെത്തൂബ്യം എന്ന് വിളിക്കുന്നത്. പിന്നീടുള്ളത് നാബീം. നാബീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവചന പുസ്തകങ്ങൾ, പ്രവാചക പുസ്തകങ്ങൾ. അതിനെ തന്നെ 2ആയിട്ട് വേർതിരിക്കുന്നുണ്ട്. വലിയ പ്രവാചകന്മാരുടെ പുസ്തകങ്ങളും ചെറിയ പ്രവാചകന്മാരുടെ എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരുടെ ഏറ്റക്കുറിച്ചിലല്ല, മറിച്ച് അവരെഴുതിയ ആ പുസ്തകങ്ങളുടെ വലിപ്പം, ദൈർഘ്യത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ്. അപ്പം ഇങ്ങനെയുള്ള ഈ 3 പ്രധാനപ്പെട്ട ഭാഗങ്ങൾ തോറ, നാബീം, കെത്തൂബ്യം, അതിനെയാണ് തനാഖ് എന്ന് യഹൂദന്മാർ അന്നും ഇന്നും വിശേഷിപ്പിക്കുന്നത്. അതിനെയാണ് വിശുദ്ധ ബൈബിളിൽ, സമ്പൂർണ്ണ ബൈബിളിൽ പഴയ നിയമം എന്ന ഭാഗമായിട്ട് അറിയപ്പെടുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. ഇതിൻ്റെ താഴെ നിങ്ങൾക്ക് നിങ്ങളുടെ കമൻസ്, സംശയങ്ങളൊക്കെ എഴുതാവുന്നതാണ്. നിങ്ങളുടെ ഫോൺ നമ്പറും കൂടെ വെച്ച് തരാമെങ്കിൽ നിങ്ങൾക്ക് സംശയങ്ങൾ ദൂരീകരിക്കാനായിട്ട് നിങ്ങളെ വിളിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് സംസാരിക്കുകയോ ചെയ്യാം. കൂടാതെ നിങ്ങൾ ഇതുവരെ ഒരു സമ്പൂർണ്ണ ബൈബിൾ കാണുകയോ വായിക്കുകയോ ചെയ്തിട്ടില്ലെങ്കിൽ അത് ലഭ്യമാക്കുന്നതിനെക്കുറിച്ചുള്ള ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ അതും സാധിപ്പിക്കാവുന്നതാണ്. അപ്പോൾ യേശു ക്രിസ്തു ജാതം ചെയ്യുന്നതിന് മുമ്പ് യേശുവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ പ്രവചിച്ചിരിക്കുന്ന കാര്യങ്ങളുടെ ഒരു വിവരണമാണ് ഇതിനകത്തുള്ളത്, തനാഖ് എന്ന് വിളിക്കുന്ന പഴയ നിയമത്തിലുള്ളത്. 2ാമത്തെ ഭാഗം എന്ന് പറയുന്നത് ബൈബിളിൻ്റെ 2ാമത്തെ ഭാഗം യേശു ക്രിസ്തു ജാതം ചെയ്തതിന് ശേഷം ക്രിസ്തു ശിഷ്യന്മാരാൽ വിരചിതമായ 27 കൃതികളുടെ ഉള്ളടക്കമായതാണ് പുതിയ നിയമം, ന്യൂ ടെസ്റ്റമെന്റ് എന്ന് വിളിക്കുന്നത്. മറ്റേത് ഓൾഡ് ടെസ്റ്റമെന്റ് അഥവാ തനാഖ്. പുതിയ നിയമം എന്ന് പറയുന്നത് 27 കൃതികൾ ഉള്ളടക്കമായിട്ടുള്ള പുസ്തകത്തിനെയാണ്. ഇവ രണ്ടും ചേർന്നതാണ് നമ്മൾ ബൈബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്രന്ഥത്തെ സംബന്ധിച്ചാണ് ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് കൂടുതലായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. പല എപ്പിസോഡായിട്ട് നമുക്കത് കേൾക്കാം. ഓരോ മതങ്ങളും തങ്ങളുടെ മതഗ്രന്ഥം മഹത്വവും ശ്രേഷ്ഠവുമാണെന്ന് കരുതുകയും അത് വിശ്വസിക്കുകയും ചെയ്യുന്നു. അതങ്ങനെ തന്നെ ആയിരിക്കണം, വിശ്വസിക്കുക തന്നെ വേണം. എന്നാൽ അതുപോലെ കേവലം ഒരു തത്വസംഹിതകളോ വിവരണങ്ങളോ ഉള്ള ഒന്നാണ് ബൈബിൾ എങ്കിൽ അതിനൊരു പ്രത്യേകതയും ഉണ്ടാകുകയില്ല. അക്ബർ സാഹിബെ,
അങ്ങ് മനസ്സിലാക്കണം, അങ്ങയുടെ ഗ്രന്ഥം പോലെ സാമാന്യമായിട്ട് ചില ഒരു കൃതി മാത്രമാണെങ്കിൽ വിശുദ്ധ ബൈബിളിന് പ്രത്യേകതയൊന്നും ഉണ്ടാകുകയില്ല. എന്നാൽ ഈ ഗ്രന്ഥത്തിന് മറ്റുള്ളവയെ അതിജീവിക്കുന്ന പ്രത്യേകതകൾ ഒന്നുമില്ലെങ്കിൽ നമ്മുടെ പൂർവികന്മാരായ ക്രിസ്തീയ വിശ്വാസികൾ അനേക ലക്ഷങ്ങൾ രക്തസാക്ഷികളായതും നാം ഈ വിശ്വാസ വിഷയങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നതും നിരർത്ഥകമായി തീരും എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വചനം അത് സത്യമാണ്, എക്കാലത്തേക്കും അത് സത്യമാണ്. ഉദാഹരണം പറഞ്ഞാൽ അക്ബർ സാഹിബിനും കൂട്ടർക്കും മനസ്സിലാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കുല ചെയ്യരുത് എന്ന് തിരുവചനം പറയുന്നു. മാത്രമല്ല, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് തിരുവചനം പറയുന്നു. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്ന് പറയുന്നു. ഇത് ഏത് കാലത്തേക്ക് വേണ്ടിയിട്ട് മാത്രമാണ്? ഇതെല്ലാ കാലത്തേക്കും വേണ്ടിയിട്ടാണ്. എന്നാൽ അങ്ങയുടെ ഗ്രന്ഥത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഏറ്റവും അധികം വിമർശനം നേരിടുന്നത് തന്നെ ഈ യുദ്ധങ്ങളുമായിട്ട്. ഞാൻ തന്നെ അതിനെക്കുറിച്ചുള്ള വിശദമായ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ആ പഠനത്തിൻ്റെ താഴെ വശത്ത് വന്ന് ചില സഹോദരങ്ങൾ എഴുതാറുള്ള കമൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിഹാദിനെ സംബന്ധിച്ചുള്ള കാര്യമാണ്. അപ്പോൾ അവർ പറയാറുള്ളത് ഞാൻ കണ്ടെത്തിയല്ല, അത് നിങ്ങളുടെ തന്നെ അക്ബർ സാഹിബിനെ പോലെയുള്ള പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്ന ആധികാരിക ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എടുത്ത് ഞാനൊന്ന് വായിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവരെഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളെ ഞാൻ പഠിച്ച കാര്യങ്ങളെ നിങ്ങളുമായിട്ട് അവതരിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഞാനത് വായുവിൽ നിന്ന് എടുത്ത് പറയുന്നതല്ല, നിങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ നിന്നാണ് പറയുന്നത്. എന്നാൽ വിശുദ്ധ ബൈബിളിനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് അതിനകത്ത് പുതിയ നിയമത്തെ സംബന്ധിച്ചിടത്തോളം അതാണ് പൂർണ്ണമായിട്ടുള്ള വെളിപ്പാട്. ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ ആ പൂർണ്ണമായ വെളിപ്പാടിൽ കൂടെ മനുഷ്യവർഗത്തെ പരസ്പരം യോജിപ്പിക്കുക മാത്രമല്ല, മനുഷ്യനെ സ്നേഹിക്കാനായിട്ട് പഠിപ്പിക്കുന്ന ഏക ഗ്രന്ഥമെന്ന് പറയുന്നത് വിശുദ്ധ ബൈബിളാണ് സർ. അത് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങയുടെ ഗ്രന്ഥം മറ്റുള്ളവരെ, അമുസ്ലിങ്ങളെ ഇല്ലായ്മ ചെയ്യണമെന്ന് പറയുമ്പോൾ വിശുദ്ധ ബൈബിൾ വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന ഒരു കാര്യം, നിന്റെ ശത്രുവിന് വിശന്നാൽ തിന്നുവാൻ കൊടുക്കുക, നിന്റെ ശത്രുവിന് ദാഹിച്ചാൽ അവന് കുടിക്കുവാൻ കൊടുക്കുക. അതാണ് പ്രമാണം, അതാണ് ദൈവിക പ്രമാണം. ദൈവത്തിന് മാത്രമേ അങ്ങനെ ഒരു പ്രമാണം തരാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ ദൈവിക പ്രമാണം എന്ന് ഞങ്ങൾ വളരെ ശക്തമായി വിശ്വസിക്കുന്നത്. എന്നാൽ ഇതുപര്യന്തം വിശ്വമുഖത്ത് ആവിർഭവിച്ചിട്ടുള്ള സമസ്ത സാഹിത്യങ്ങളെക്കാൾ നമ്മുടെ വിശ്വാസ വിഷയങ്ങൾക്ക് ഏക പ്രമാണരേഖയായി നാം അംഗീകരിച്ചിരിക്കുന്ന 66 ഗ്രന്ഥങ്ങൾ സമാഹാരമായി ഈ സവിശേഷ ഗ്രന്ഥം ബഹുമുഖ കാരണങ്ങളാൽ നിശ്ചയമായും നിസ്തുല്യമാണെന്ന് സഭിമാന ശിരസ് ഉയർത്തി ഉദ്ഘോഷിക്കുവാൻ നമുക്ക് സാധിക്കുന്നു. എന്തുകൊണ്ട്? ഇതെക്കാലത്തേക്കും ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന, മനുഷ്യനെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന, മനുഷ്യനെ കരുതാൻ പഠിപ്പിക്കുന്ന, മനുഷ്യർക്ക് നന്മ ചെയ്യാനായിട്ട് പ്രോത്സാഹനം നൽകാൻ പ്രേരിപ്പിക്കുന്ന ഗ്രന്ഥമാണ്. ഞാനൊരു ഉദാഹരണം കൂടെ അങ്ങേക്ക് വേണ്ടി പറയാം. ശ്രീ എം അക്ബർ സാഹിബെ, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങ് ഉൾപ്പെട്ടു നിൽക്കുന്നതായിട്ടുള്ള പീസ് സ്കൂളിൽ പഠിപ്പിക്കാൻ വന്നതായിട്ടുള്ള അധ്യാപകരുണ്ടല്ലോ, പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് അങ്ങയുടെ മതത്തിലേക്ക് ചേക്കേറിയതായിട്ടുള്ള ചില ആൺകുട്ടികളും പെൺകുട്ടികളും യുവതി യുവാക്കന്മാർ എന്തുകൊണ്ടാണ് അവർ ചെന്നുപെട്ടത്? അങ്ങയുടെ ഗ്രന്ഥം വായിച്ചിട്ട്. അങ്ങയുടെ ഗ്രന്ഥം വായിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് മറ്റുള്ളവരെ തമസ്കരിക്കുവാൻ, മറ്റുള്ളവരെ നശിപ്പിക്കുവാനുള്ള പ്രേരണ കിട്ടിയെങ്കിൽ, വിശുദ്ധ ബൈബിൾ വായിച്ചിട്ട് അതേപോലെയുള്ള ആളുകളെ നശിപ്പിക്കണം, കൊല്ലണമെന്ന് വാദിച്ചുകൊണ്ടിരുന്ന ആളുകൾ അതിനെ വാളും പരിചയം വെളിയിൽ വെച്ചിട്ട്, അല്ലെങ്കിൽ അത് എന്നേക്കുമായിട്ട് തള്ളിക്കളഞ്ഞിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കുവാനും കരുതുവാനും മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുവാനും ഇടയായിത്തീർന്നതാണ്. അതിനായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നതാണ് വിശുദ്ധ ബൈബിൾ. അങ്ങ് ഒന്ന് വായിച്ചു നോക്ക്, മനസ്സിരുത്തിയൊന്ന് വായിച്ചു നോക്ക്. അങ്ങയുടെ ഈ പരമത നിന്ദകളൊക്കെ അവിടെ അവസാനിപ്പിക്കാൻ സാധിക്കും. അടുത്ത സമയത്ത് തിരുവനന്തപുരത്തുള്ള സ്വാമിജി അങ്ങയെക്കുറിച്ച് പറഞ്ഞത് അങ്ങ് കേട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്ന, അങ്ങ് മറുപടി കൊടുത്തല്ലോ. അപ്പം അങ്ങയുടെ അത്തരത്തിലുള്ള വാദഗതികൾക്ക് വിരാമം കുറിക്കാനായിട്ട് ഇടയാക്കുന്നത് വിശുദ്ധ ബൈബിൾ ശരിയായ വിധത്തിൽ അങ്ങൊന്ന് മനസ്സിലാക്കുമ്പോഴാണ്. അത് പഠിക്കാനായിട്ട് താല്പര്യമാണെങ്കിൽ പഠിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ് കേട്ടോ. കാരണം അങ്ങയുടെ ഗ്രന്ഥം തന്നെ അത് ആവശ്യപ്പെടുന്നുണ്ട്, ഞങ്ങളിൽ നിന്ന് പഠിക്കണം എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് അങ്ങേക്ക് താല്പര്യമാണെങ്കിൽ അങ്ങേ പഠിപ്പിക്കാം. അപ്പോൾ ഈ പവിത്ര വാക്യ സംഹിതയുടെ പരമോത്കൃഷ്ടതയ്ക്ക് നിദാനങ്ങളായ അനേക തെളിവുകൾ ഉണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. അതിനകത്ത് 1-2 കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അത് ഈ എപ്പിസോഡിൽ അത് തീർത്തതിന് ശേഷം അടുത്ത എപ്പിസോഡിൽ ഞാൻ വേറെ ഒരു വിഷയം ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ അതിന് തുടർച്ചയായിട്ട് എടുക്കുന്നതായിരിക്കും. അതിൽ ഒന്നാമത്തെ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ബൈബിളിൻ്റെ നാമവൈശിഷ്ട്യത്തെക്കുറിച്ചാണ്. ബൈബിളിൻ്റെ നാമ
വൈശിഷ്ട്യം. പ്രധാനമായും ബൈബിൾ വ്യവഹരിക്കപ്പെടുന്നത് തിരുവെഴുത്ത് എന്ന പേരിലാണ്, ഞാൻ സൂചിപ്പിച്ചല്ലോ. അപ്പോൾ ഈ തിരുവെഴുത്ത് എന്ന പേരിൽ ഇത് അറിയപ്പെടുവാൻ അതിനെ സ്വയം വിളിച്ചിരിക്കുന്ന പേര് തിരുവെഴുത്ത് എന്നതിൽ അന്തർലീനമായിരിക്കുന്നത് ഇതര എഴുത്തുകളെ അതിജീവിച്ച് സ്വയമായി നിൽക്കുവാനുള്ള കഴിവുണ്ട് എന്നതിനാലാണ്. സ്വയമായി നിൽക്കുവാനുള്ള കഴിവ് ബൈബിളിനുണ്ട്. ഞാൻ അങ്ങയോട് സ്നേഹത്തോടൊരു ചോദ്യം ചോദിക്കട്ടെ അക്ബർ സാഹിബേ, അങ്ങയുടെ ഗ്രന്ഥത്തിന് സ്വയമായി നിൽക്കാൻ കഴിയുമോ? അങ്ങ് വിശ്വസിക്കുന്ന അങ്ങയുടെ പവിത്ര ഗ്രന്ഥമായിരിക്കുന്ന ഖുറാനിന് സ്വയമായ നിലനിൽപ്പുണ്ടോ? ഇല്ല എന്ന് അങ്ങ് തന്നെ പറയേണ്ടി വരും. അങ്ങയുടെ അതരങ്ങൾ കൊണ്ട് തന്നെ ഇല്ല എന്ന് പറയേണ്ടി വരും. കാരണം ഒന്നുകിൽ നിങ്ങൾക്ക് ഹദീസുകൾ വേണം. ഹദീസുകൾ എപ്പോഴാണ് എഴുതിയിരിക്കുന്നത്? ഖുറാനുമായിട്ട് ബന്ധപ്പെടുത്തി ഹദീസിനെ പഠിക്കണമെന്ന് ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ നിങ്ങളെ? അതിൻ്റെ ഉപജ്ഞാതാക്കൾ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പിന്നീട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് എഴുതിയതാണ് ഹദീസുകൾ എന്നുള്ളത് നിങ്ങൾക്കറിയാം. പിന്നീടുള്ള സീറയാണ് അതിനു മുമ്പ് എഴുതിയിരിക്കുന്നത്. സീറ വായിച്ചു കഴിഞ്ഞാൽ അങ്ങയുടെ ഗ്രന്ഥത്തിന്റെ ആധികാരികത എവിടെ ഇരിക്കും? ഇനിയും അതിന്റെ തഫ്സീറുകളെ കുറിച്ച് പറഞ്ഞാലോ, എത്രയോ നൂറ്റാണ്ടുകളും എത്രയോ നാളുകളും കഴിഞ്ഞിട്ട് എഴുതിയിരിക്കുന്നതാണ് തഫ്സീറുകൾ. ആ കാലഘട്ടവുമായിട്ട് യാതൊരു പുലബന്ധമില്ലാത്ത ആളുകൾ എഴുതിയിരിക്കുന്നതല്ലേ. അപ്പോൾ പിന്നെ അതിന് സ്വയമായ നിലനിൽപ്പില്ല. ഇനി അതൊക്കെ മാറ്റിവെച്ചാലും ഇതൊക്കെ ഇല്ല എന്ന് വിചാരിച്ചാലും വേറൊരു ഗ്രന്ഥമില്ലാതെ നിങ്ങളുടെ ഗ്രന്ഥത്തിന് നിലനിൽപ്പില്ലല്ലോ സാഹിബേ. അത് ഏത് ഗ്രന്ഥമാണ്? അത് വിശുദ്ധ ബൈബിളാണ്. വിശുദ്ധ ബൈബിളില്ലാതെ, ബൈബിളിൻ്റെ പരിപേക്ഷതയില്ലാതെ ഖുറാനെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. കാരണം ബൈബിളിലെ കഥാപാത്രങ്ങളെ ഡിസോർട്ടഡ് ആണെങ്കിലും തെറ്റിച്ചാണെങ്കിലും നിങ്ങളുടെ കഥാപാത്രങ്ങളായിട്ട് എടുത്തിട്ടുണ്ട്. ഞാനത് ചിലതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ അങ്ങ് കണ്ടിട്ടില്ലെങ്കിൽ അന്ന് കാണണം, ഞാൻ ഇട്ടിട്ടുണ്ട്. ആദം നബിയെക്കുറിച്ചും അതേപോലെ തന്നെ മൂസാ നബിയെക്കുറിച്ചുള്ളതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായ അറിവ് കിട്ടണമെങ്കിൽ ബൈബിൾ വേണം. നിങ്ങൾ പവിത്രമായി കരുതിക്കൊണ്ടിരിക്കുന്ന ഗ്രന്ഥത്തിന് സ്വയമായ നിലനിൽപ്പില്ല സുഹൃത്തേ. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. സാഹിബ് ആദ്യമേ മനസ്സിലാക്കേണ്ടത് ബൈബിൾ കൂടാതെ ഖുറാന് നിലനിൽപ്പില്ല. എന്നാൽ വിശുദ്ധ ബൈബിളിനെ സംബന്ധിച്ചിടത്തോളം അതിനെ തിരുവെഴുത്തെന്ന് വിളിക്കാൻ കാരണം അതിന് സ്വയമായി നിൽക്കുവാനുള്ള കഴിവുണ്ട്. അതിന് സ്വയമായി നിങ്ങളുടെ ആരുടെയും ഒത്താശ വേണ്ട. മറ്റൊരു ഗ്രന്ഥത്തിൻ്റെയോ മറ്റൊരു ചരിത്രത്തിൻ്റെയോ ആവശ്യകത അതിനകത്തില്ല. കാരണം അതിനകത്തുള്ള കണ്ടന്റ്, അതിനകത്തെ ചരിത്രപരമായ വസ്തുതകൾ, അതിനകത്തെ ശാസ്ത്രീയമായ വസ്തുതകളൊക്കെ അതിനെ തന്നെ നിലനിർത്തുവാൻ കഴിവുള്ളതാണ്. അതുകൊണ്ടാണ് അത് തിരുവെഴുത്ത് എന്ന് അറിയപ്പെടുന്നത്. മാത്രമല്ല, ഈശ്വരൻ മനുഷ്യവർഗത്തിന് വേണ്ടി മനുഷ്യരാൽ എഴുതി നൽകിയ അനുഗ്രഹീതമായ രേഖകളുടെ ക്രോഡീകരണമാണ് ബൈബിൾ. മനുഷ്യർക്ക് വേണ്ടി ഈശ്വരൻ നൽകിയിട്ടുള്ള വെളിപ്പാടുകളുടെ പൂർണ്ണതയാണ് വിശുദ്ധ ബൈബിൾ. അതുകൊണ്ട് ബൈബിൾ തിരുവെഴുത്തെന്ന് വ്യവഹരിക്കപ്പെടുന്നു. എന്നാൽ പൊതുലോകത്തിൽ ഈ തിരുവെഴുത്തിനെ അറിയപ്പെടുന്നത് ബൈബിൾ എന്നാണ്. അപ്പം തിരുവെഴുത്തെന്ന് ബൈബിൾ സ്വയമായിട്ട് വിശേഷിപ്പിക്കുന്നു. എന്നാൽ നാം അതിനെ ബൈബിൾ എന്ന് എന്തുകൊണ്ട് വിളിക്കുന്നു എന്നുള്ളതാണ് ഇനി ചിന്തിക്കാൻ പോകുന്നത്. അത് എഴുതുവാൻ ഉപയോഗിച്ച പദാർത്ഥത്തിൽ നിന്നും ഉണ്ടായ ഒരു പേരാണ് ബിബ്ലിയോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്ന് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത വാക്കാണ് ബൈബിൾ. ദ ബുക്ക് എന്നാണ് ബിബ്ലിയോൺ എന്ന വാക്കിന്റെ ഇംഗ്ലീഷ് അർത്ഥം. ദ ബുക്ക്, യഥാർത്ഥത്തിലുള്ള പുസ്തകം. ബിബ്ലിയോസ് എന്നത് ഈജിപ്റ്റ് നാടുകളിൽ, പ്രത്യേകിച്ച് ഈജിപ്തിൻ്റെ തുറമുഖ പ്രദേശങ്ങളിൽ കണ്ടുവന്ന പാപ്പിറസ് എന്ന ചെടികളുടെ ഇലകളും തണ്ടുകളും ആ കാലങ്ങളിൽ അവർ എഴുതുവാൻ വേണ്ടി ഉപയോഗിച്ച വസ്തുക്കളായിരുന്നു. അവ കടലാസ് പോലെ പരത്തി എഴുതുവാനായിട്ട് ഉപയോഗിച്ചു പോന്നതാകിയാൽ അവയെ ഗ്രീക്ക് ഭാഷയിൽ വിളിച്ച പേരായിരുന്നു ബിബ്ലിയോസ്. അപ്പോൾ ബൈബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ബുക്ക് എന്നാണ് അർത്ഥം. ഞാൻ വായിച്ചതായിട്ടുള്ള കാര്യം കൂടെ പറഞ്ഞിട്ട് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം. ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ളത് നിങ്ങൾ കാണാൻ മടിക്കരുത് എന്ന് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ വായിച്ച പുരാതനമായ ഒരു ധ്യാന പുസ്തകത്തിൽ പരിണാമവാദ സിദ്ധാന്ത ഉപജ്ഞാതാവായി അറിയപ്പെടുന്നതായിട്ടുള്ള ചാൾസ് ഡാർവിൻ്റെ അവസാന നാളുകളിലെ ഒരു പ്രഭാതത്തെക്കുറിച്ച് അദ്ദേഹത്തെ ശുശ്രൂഷിച്ച ഒരു നേഴ്സിൻ്റെ അനുഭവക്കുറിപ്പായിരുന്നു. അവർ അദ്ദേഹത്തിൻ്റെ ക്ഷീണിച്ച ശരീരം കസേരയിലേക്ക് ചാരിയിരുത്തിയപ്പോൾ തൻ്റെ ഷെൽഫിലിരിക്കുന്ന ഒരു ഗ്രന്ഥത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഡാർവിൻ പറഞ്ഞു, അതെടുത്ത് ഒന്ന് വായിച്ച് കേൾപ്പിക്കുക. അപ്പോൾ അത് ഏത് പുസ്തകമാണെന്ന് അറിയാൻ വേണ്ടി ധാരാളം പുസ്തകങ്ങൾ ആ ഷെൽഫിലുണ്ട്. അദ്ദേഹം അവർ ഓരോ പുസ്തകങ്ങളും ഇങ്ങനെ എടുത്തപ്പോൾ അദ്ദേഹം ഒരു പർട്ടിക്കുലർ പുസ്തകത്തിലേക്ക് ഇങ്ങനെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുകയുണ്ടായി, ലോകത്തിൽ ദ ബുക്ക് എന്നറിയപ്പെടുവാൻ ഒന്നിനു മാത്രമേ സാധിക്കുകയുള്ളൂ, നത്തിങ് ബട്ട്
ദ ബൈബിൾ. അത് മറ്റൊന്നുമല്ല, ബൈബിൾ ആകുന്നു എന്ന്. അതുകൊണ്ട് ദ ബുക്ക് എന്ന് വിളിക്കപ്പെടുവാൻ ഒരൊറ്റ ഗ്രന്ഥത്തിന് മാത്രമേ ലോകത്തിൽ അർഹതയുള്ളൂ എന്ന് പരിണാമവാദ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവായിരുന്ന ചാൾസ് ഡാർവിൻ വളരെ കൃത്യമായിട്ട് ആ നേഴ്സിനോട് പറഞ്ഞപ്പോൾ അവർ ആ ബൈബിൾ എടുത്ത് അതിനകത്തെ 23-ാം സങ്കീർത്തനം വായിക്കുവാൻ അദ്ദേഹം അവരോട് ആവശ്യപ്പെടുകയും അങ്ങനെ അവർ അത് വായിക്കുകയും ചെയ്തു. അവരുടെ അനുഭവക്കുറിപ്പിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അവർ പറഞ്ഞത്, അത് വായിക്കും തോറും ഡാർവിൻ ആശ്വാസം അനുഭവിച്ചോടൊപ്പം വായിച്ചു കേൾപ്പിച്ച തൻ്റെ ഹൃദയവും യേശു ക്രിസ്തു തൻ്റെ ഇടയനായി തന്നോടൊപ്പം നിൽക്കുന്നതായിട്ട് തനിക്ക് അനുഭവിക്കുവാൻ തക്കവണ്ണം സാധിച്ചു എന്നുള്ളതാണ്. ആ വാക്യം ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്: യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. എത്ര മനോഹരമായിട്ടുള്ളതാണ്. കൂരിരിൽ താഴ്വരയിൽ കൂടി നടക്കേണ്ടി വന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും. ഡാർവിൻ ആ വാക്യങ്ങളെല്ലാം വായിച്ചു കേട്ട് സുസ്മേരവദനായിട്ടാണ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടത്. അതുകൊണ്ട് എക്കാലത്തും മനുഷ്യനോടുകൂടെ വസിക്കുന്നതിന്റെ മാധുര്യത്തെക്കുറിച്ച് വിളംബരം ചെയ്യുന്ന ഗ്രന്ഥമായ ദ ബൈബിൾ, വിശുദ്ധ ബൈബിൾ, അത് ധൈര്യത്തോടുകൂടെ ഞാൻ പറയുന്നു, അക്ബർ സാഹിബേ, അങ്ങയെയും അങ്ങയുടെ അനുചാരന്മാരെയും മാത്രമല്ല, ലോകത്തിലുള്ള സകല മാനവരെയും മാനസാന്തരത്തിലേക്ക് നയിക്കുവാനും മഹോന്നതനായിരിക്കുന്ന ദൈവവുമായി മഹത്വപൂർണമായ ഒരു ജീവിതം നയിക്കുന്നതിനും ഉത്കടമായിട്ടുള്ള വാഞ്ച തരികയും ആ വാഞ്ചയിൽ നമ്മളെ ശക്തീകരിക്കുകയും ചെയ്യുമെന്നതിന് സംശയമില്ല. നാം വീണ്ടും കാണും വരെയും നന്ദി, നമസ്കാരം.